പാതിവില തട്ടിപ്പിൽ ബി.ജെ.പി. നേതാവ് എ.എൻ. രാധാകൃഷ്ണനെതിരായ പരാതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിച്ചു. കോൺഗ്രസ് നേതാവ് വി.ആർ. അനൂപ് നൽകിയ പരാതിയിലാണ് നടപടി. എ.എൻ. രാധാകൃഷ്ണൻ ഭാരവാഹിയായ സൈൻ എന്ന സംഘടനയും പാതിവിലയ്ക്ക് സ്കൂട്ടർ നൽകുമെന്ന് വാഗ്ദാനം നൽകി ആളുകളിൽ നിന്ന് പണം വാങ്ങിയിരുന്നു. എം.എസ്. ലിഷോയ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ഇ.ഡി. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എന്ന് മാത്രമല്ല കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എ.എൻ. രാധാകൃഷ്ണനെതിരായ പരാതി സ്വീകരിക്കുന്നു. തുടർ നടപടികൾ പ്രതീക്ഷിക്കാമോ വരും ദിവസങ്ങളിൽ? ലിഷോയ്, കേൾക്കാമോ? മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട പാതിവില തട്ടിപ്പിൽ ഇപ്പോൾ ബി.ജെ.പി. നേതാവ് എ.എൻ. രാധാകൃഷ്ണനെതിരായ പരാതി സ്വീകരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കോൺഗ്രസ് നേതാവായ വി.ആർ. അനൂപാണ് ഈ പരാതി നൽകിയത്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസെടുത്ത് കൂടുതൽ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടന്നിരുന്നു. എ.എൻ. രാധാകൃഷ്ണൻ കൂടി ഭാരവാഹിയായ സൈൻ എന്ന സൊസൈറ്റി പാതിവിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും അടക്കം നൽകാമെന്ന് പറഞ്ഞ് നിരവധി ആളുകളിൽ നിന്ന് പണം വാങ്ങിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നപ്പോൾ ഒന്നെങ്കിൽ പണം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. നേതാവ് എ.എൻ. രാധാകൃഷ്ണനെതിരെ കോൺഗ്രസ് നേതാവായ അഡ്വക്കേറ്റ് വി.ആർ. അനൂപാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി നൽകിയിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി സോണിനാണ് പരാതി നൽകിയത്. ഈ CSR ഫണ്ട് തട്ടിപ്പ്, പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതികളുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് എ.എൻ. രാധാകൃഷ്ണൻ. അതുകൊണ്ട് എ.എൻ. രാധാകൃഷ്ണന്റെ ഇടപാടുകൾ, അതിനോടൊപ്പം തന്നെ ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഏതെല്ലാം കാര്യങ്ങളിൽ എ.എൻ. രാധാകൃഷ്ണന് പങ്കുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ പാതിവില തട്ടിപ്പിൽ എ.എൻ. രാധാകൃഷ്ണൻ പങ്കാളിയാണ് എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി യൂണിറ്റ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന്മേൽ അന്വേഷണം ആരംഭിക്കാനാണ് ഇനിയിപ്പോൾ തീരുമാനം. ഈ കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത്. ഇന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇത് സംബന്ധിച്ച് പരാതി സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തും എന്നുള്ള ഒരു അറിയിപ്പ് വി.ആർ. അനൂപിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും പാതിവില തട്ടിപ്പിൽ ബി.ജെ.പി. നേതാവിനെതിരെ ഇ.ഡി. അന്വേഷണം ആരംഭിക്കാൻ പോവുകയാണ്.